ജാഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരുടെ പ്രശ്നമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിഹരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും എന്താണ് ചാനൽ ഫ്രീസിങ്. ഒരുപാട് പേര് നമ്മളെ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും വന്ന് ഇങ്ങനെ കൊണ്ടുതരും. അപ്പോൾ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യും. ഒരുപാട് പേര് പറയും എൻ്റെ ചാനൽ ചേട്ടാ ഫുള്ളായിട്ട് ഫ്രീസായി കിടക്കുവാണ്, എൻ്റെ ചാനലിനകത്ത് പഴയ വ്യൂസ് വരുന്നില്ല. നമ്മളിങ്ങനെ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മില്യൺ കണക്കിന് വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഒരു സെലിബ്രിറ്റീസ് ഒന്നുമല്ല. നമ്മൾ ആരും സെലിബ്രിറ്റീസ് അല്ല. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്. നമ്മുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വൈറലാക്കി എടുക്കുന്നതും മറ്റുള്ള രണ്ടാൾ അറിയുന്നുണ്ടെങ്കിൽ, പുറമേയുള്ള രണ്ടാൾ അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് അവർ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ നമ്മൾ ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരോ അങ്ങനെയൊന്നും അല്ല. അല്ലാത്ത ആൾക്കാരുടെ ചാനലുകൾ, ഒരുപാട് പേരുടെ ചാനലുകൾ, ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരുടെ ചാനലുകൾ ഫ്രീസായി എന്ന് പറഞ്ഞാൽ നമ്മളെ സമീപിക്കുക. കൂടുതൽ പേരും പറയുന്ന കാര്യം അത്. ഇപ്പം എന്താണ് ശരിക്കും ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചാനൽ ഫ്രീസ് ആകുന്നത്? ഓക്കെ, ശരിക്കും ചാനൽ ഫ്രീസിങ് എന്താണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ചാനൽ ഫ്രീസ് ആകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനൽ ശരിക്കും ഫ്രീസ് ആണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ റെഡിക്ക് സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് ഭാഗം വരെ കാണാൻ ശ്രമിക്കുക. അവസാനം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്താണ് കറക്റ്റായിട്ടുള്ള ചാനൽ ഫ്രീസിങ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ചാനൽ ഫ്രീസിങ്? ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു 1000, 2000, 3000 എന്നൊക്കെ പറഞ്ഞ ആവറേജ് വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനകത്ത്, അത് മോണിറ്റൈസേഷനകത്ത് ആയ ചാനലായിക്കോട്ടെ, ചാനലായിക്കോട്ടെ, നമ്മുടെ കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലിനകത്ത് പെട്ടെന്ന് ആ ഒരു ചാനലിനകത്ത് നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആ വീഡിയോയ്ക്ക് 1, 2, 10, 20 അതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല. കാരണം എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂസ് അല്ലാതെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വഴി വ്യൂസ് വരാത്ത ചാനലാണ് എന്താകുന്നത് ചാനൽ ഫ്രീസിങ് എന്ന് നല്ല ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ പലരുടെയും ചാനൽ ഫ്രീസിങ് ആണോ എന്ന് നമുക്ക് ഞാൻ അവസാനം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അവസാനം സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ചാനൽ ഫ്രീസിങ്. നമ്മൾ നല്ല രീതിയിൽ ചാനൽ വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനൽ അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒന്നും ഇല്ലാത്തൊരു വ്യൂ, അത് തീരെ 1, 2, 3, 4 ഒരു 20ന്റെ താഴോട്ട് വ്യൂ കിട്ടുന്ന ചാനലാണ് ഫ്രീസിങ് എന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തുടങ്ങിയ ചാനലുകളല്ല, തുടങ്ങുന്ന ചാനലുകൾക്ക് ചാനൽ ഫ്രീസിങ് അല്ല നമുക്ക് പൊതുവേ നമുക്കറിയാം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ചാനലുകൾക്ക് ഒരു 10 വ്യൂ 20 വ്യൂ ഒക്കെ ചില വീഡിയോ ഒക്കെ കിട്ടുള്ളൂ. കാരണം നമുക്ക് അത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിട്ടേൺ വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ഥിരം ഓഡിയൻസ് നമുക്ക് ചാനലില്ല. അതേസമയം സ്ഥിരം ഓഡിയൻസ് ഉള്ള ചാനലുകൾ പെട്ടെന്ന് ഒരു 10, 20,000 അല്ലെങ്കിൽ 5,000, 10,000, 1000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾക്ക് പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന നല്ല വ്യൂ കിട്ടിക്കൊണ്ടിരുന്ന ചാനലിലേക്ക് 10, 20 വ്യൂ ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും ചാനൽ ഫ്രീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നത്? കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ വേണ്ടി നമ്മൾ തന്നെ ഒപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഒരുമിച്ച് ഡിലീറ്റ് ആക്കുമ്പോഴാണ്. ഒരുപാട് ബൾക്കായിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ വീഡിയോസ് റീയൂസർ കണ്ടന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീയൂസർ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടു തന്നെ ആൾക്കാർ പറയും റീയൂസർ കണ്ടന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റീയൂസറുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കിയതിന് ശേഷം അപ്ലൈ ആവുള്ളൂ. ഇവരെന്ത് കണ്ടുക്കും, ഇത് മൊത്തത്തിൽ അങ്ങ് പോയി ഡിലീറ്റ് ആക്കും. ഒരുമിച്ച് നമ്മുടെ ചാനലിലെ വീഡിയോസ് ബൾക്കായിട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. അത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പം ഈ ഒരു മോണിറ്റൈസേഷൻ്റെ കാര്യത്തിനല്ല, പുതിയ ചാനലായാലും നമ്മൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആണോ, കോപ്പിറൈറ്റ് ഒക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കോപ്പിറൈറ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. കോപ്പിറൈറ്റ് കണ്ടു വെച്ചിട്ട് ആരും ചാനൽ പോയി വീഡിയോ ഡിലീറ്റ് ആക്കരുത്. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ വീഡിയോ ബൾക്കായിട്ട് ഡിലീറ്റ് ആക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ബൾക്കായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പം ഓരോ യൂട്യൂബേഴ്സ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും നിങ്ങൾക്ക്, ഓരോരോ സെറ്റിങ്സ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാ വീഡിയോയും എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ട് ഓരോ സെറ്റിങ്സ് മാറ്റി സേവ് ചെയ്യും. അപ്പോൾ ഒരുപാട് വീഡിയോ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതലൊക്കെ നിങ്ങളുടെ ചാനൽ
മോണിറ്റൈസേഷൻ ആ ചാനലാണെങ്കിലും വീഡിയോ ഇടാണ്ടിരുന്നാൽ മോണിറ്റൈസേഷനെ കട്ടാവും നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ഒരുപാട് കാലം ഒരു കൊല്ലമൊക്കെ വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവും. ഓക്കെ, പിന്നെ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ ശരിക്കും ഫ്രീസ് ആകണം. പിന്നെ നമ്മൾ ഒരു ബൾക്കായിട്ട് ഒരുപാട് റിപ്പോർട്ടൊക്കെ നമ്മുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനൽ മെയിനായിട്ട് പിന്നെ കാര്യം പറയാൻ പോയി മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ സ്ട്രൈക്കൊക്കെ നമ്മുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആകാം. ഒന്നും രണ്ട് സ്ട്രൈക്കൊക്കെ അടുപ്പിച്ച് നമ്മുടെ ചാനൽ വരുവാണെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് കുറയ്ക്കുക, റെക്കമെൻഡേഷൻ കുറയുന്ന സമയത്ത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവില്ല. ഈ ഫ്രീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടില്ല, റെക്കമെൻഡേഷൻസ് നിലച്ചു പോകുന്ന അവസ്ഥയാണ് ചാനൽ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റേണലായിട്ട് വരുന്ന വ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ ചാനൽ ഫ്രീസ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് വന്നാലും ചാനൽ ഫ്രീസ് ആകും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നത്. അല്ലാതെ നിങ്ങൾ എനിക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന ചാനലുകളൊന്നും ഫ്രീസ് അല്ല. അത് ഞാൻ അവസാനം വീഡിയോ നിങ്ങൾക്ക് ആ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുമ്പോൾ മനസ്സിലാവും, ഫ്രീസ് അല്ല. അതൊക്കെ എന്താ പറയുക നമ്മുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഫ്രീസിങ് ഒഴിവാക്കാം, അതാണ് അടുത്തായിട്ട് പറയുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ ചാനലിൽ ഫ്രീസിങ് ഒഴിവാക്കുന്നത്. അത് നമുക്ക് ആദ്യം ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ ഫ്രീസിങ് കറക്റ്റായിട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, വേറെ ആരുടെ ചാനലല്ല, ഞാൻ എൻ്റെ സ്വന്തം ചാനൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലാണ്. അതായത് എൻ്റെ സ്വന്തം ചാനലാണ്, എൻ്റെ മെയിൻ ചാനലാണ്. ഇത് ഞാനിപ്പം ഏകദേശം ഒരു 2-3 മാസക്കാലം എൻ്റെ ഈ ജെഫോട്ടൊക്കെ ചാനൽ തുടങ്ങി ഒരു 3-4 മാസമായി ഞാൻ ഈ ചാനലിനകത്ത് ഒരു വീഡിയോയും ഇടാതിരിക്കുന്ന ഒരു ചാനലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടാതിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ചാനലിൻ്റെ നിങ്ങൾ ഈ കാണുന്ന 167K വ്യൂവേഴ്സ്, പിന്നെ ഈ 981 വാച്ച് ടൈം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തീരെ ലോ ആയിരുന്നു. എല്ലാം ആരോമർക്ക് താഴോട്ടായിരുന്നുള്ളത്. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട്, ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ ചാനലിൽ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും ഇടുന്നതുകൊണ്ട് മാത്രമാണ് ചാനലിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഞാൻ അവിടെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പം ആവറേജ് ഒരു 3.2K 1.3K എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് ഉള്ള ചാനലായിരുന്നു. അപ്പോൾ ഒരിടയ്ക്ക് തീരെ വ്യൂസ് ഇല്ലാണ്ടായി പോയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളുണ്ട്. കാരണം 15K 12K 14K എന്നൊക്കെ ആവറേജ് വ്യൂസ് ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് എനിക്ക് തീരെ വ്യൂ ഇല്ലാണ്ടായിരുന്നു. ആ ഒരു സമയമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാം. നമുക്ക് കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കണ്ടൻറ്റ് എടുക്കുക. ഞാൻ എൻ്റെ ലോങ് വീഡിയോ എടുക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച് വീഡിയോ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. 3.2K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, വീഡിയോ പെർഫോമൻസ്, അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വീഡിയോ പെർഫോമൻസിനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഈ ഓപ്ഷൻ. വീഡിയോ പെർഫോമൻസിനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അടിയിലോട്ട് കാണുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു പേജ് കാണാം. നമുക്ക് ഹൗ വ്യൂവേഴ്സ് ഫൗണ്ട് ദിസ് വീഡിയോ, അതായത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വ്യൂവേഴ്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വ്യൂവേഴ്സ് വന്നേക്കുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാഫിക് സോഴ്സ് ആണ് കാണിക്കുന്നത്. അതായത് ഏതൊക്കെ രീതിയിലാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻസ്. ഇതൊരു ഫ്രീസായ നിങ്ങൾ ഫ്രീസല്ല, നമ്മുടെ ചാനലിൽ ഫ്രീസായ പോലെ. ഫ്രീസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ചാനൽ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തീരെ ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ തന്നെയാണ്. അതായത് ഈ നോട്ടിഫിക്കേഷനും ചാനൽ പേജസും യൂട്യൂബ് റെക്കമെൻഡേഷനും എന്താ പറയുക ഒക്കെ എന്ന് പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ ഫീഡും ഈ കാര്യങ്ങളൊക്കെ എന്താണ് യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് കിട്ടുന്ന വ്യൂ ആണ് ഈ 30, 70, 176, 2.9K എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ കിട്ടുന്ന വ്യൂ എൻ്റെ ഈ ഒരു ചാനൽ ശരിക്കും ഫ്രീസായ ചാനലാണെങ്കിൽ ഈ അതർ എന്ന് പറഞ്ഞ വ്യൂ മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഈ 55 വ്യൂ മാത്രമേ എൻ്റെ ഈ വീഡിയോ കിട്ടാൻ ചാൻസ് ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 10, 20, 30 എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കറിയാം. ഈ ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 1,10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 119. ഓക്കെ, 1,11,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. ഈ ഒരു ചാനലിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു വ്യൂ കിട്ടിയാൽ പോരാ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ചാനൽ ഫ്രീസ് ആണോ? ഫ്രീസ് അല്ല. പക്ഷേ ഫ്രീസ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴിയോ ചാനൽ പേജസ് വഴിയോ നോട്ടിഫിക്കേഷൻ വഴിയോ നമുക്ക് വ്യൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി വരുന്നുണ്ട്. പിന്നെ വേറൊരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഷോർട്ട് എടുക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ എടുത്ത്
കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് അടിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം. ഇതിന് കിട്ടിയ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ചാനൽ പേജസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ട്രാഫിക് സോഴ്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയ ട്രാഫിക്, നമ്മുടെ ഈ ഒരു വീഡിയോ കിട്ടിയ ട്രാഫിക് സോഴ്സ് ആണ് ചാനൽ പേജസ്, ഡയറക്റ്റ് ഓർ അൺനോൺ ഷോർട്ട് ഫീഡ്. കണ്ടോ, ഷോർട്ട് ഫീഡിൽ കൂടെ ഈ വീഡിയോ പോയിട്ടേ ഇല്ല. കാര്യം എന്തുവാണ്, ഈ വീഡിയോ ഷോർട്ട് ഫീഡിൽ കൂടെ പോകാത്തതിൻ്റെ കാര്യം എന്താണ്, ഈ ഒരു വീഡിയോ കുട്ടികളുടെ വീഡിയോ, അതായത് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രം വെച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ടാകത്തില്ല. അത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാത്തത്. കണ്ടോ, ചാനൽ പേജസ് ഡയറക്റ്റ് ഓൺ ആണ്. ഇതുകൊണ്ടാണ് ഇത് ഏകദേശം ഒരു ഫ്രീസ് ആയ പോലെ തന്നെയാണ്. പക്ഷേ എന്നിട്ട് നമ്മുടെ ചാനൽ ഇത് ഫ്രീസിങ് ആണോ വെച്ചാൽ ഫ്രീസിങ് അല്ല. ഓക്കെ, ഫ്രീസ് ആയ ചാനലിൽ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇതിപ്പോൾ നമ്മളെല്ലാം ആരോ മാർക്ക് താഴോട്ടാണ്. ഇത് കുട്ടികളുടെ വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് റീച്ച് ഇല്ലാത്തതും യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറവും. കണ്ടോ, 716 വ്യൂവേഴ്സാണ് ആ കിട്ടിയേക്കുന്നത്. ആവറേജ് പേഴ്സൻറ്റേജ് ഇവിടെ 45% മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്, അല്ലാതെ ചാനൽ ഫ്രീസിങ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ശരിക്കും ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു റെക്കമെൻഡേഷനോ നോട്ടിഫിക്കേഷൻ പോയിട്ടോ ഒന്നും വ്യൂ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ചാനൽ ഫ്രീസിങ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ആരുടെയും ചാനൽ, ഏകദേശം പേരുടെ ഞാൻ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞ സംഭവം അല്ല ഉള്ളത്. കൂടുതൽ ആൾക്കാർ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതാണ് ചാനൽ ഫ്രീസിങ്. പക്ഷെ ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു രീതിയിലുള്ള വ്യൂ നമുക്ക് വരാൻ സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഈ വരുന്ന വ്യൂ കുറവ് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തമ്പനയിൽ കൊള്ളത്തില്ല, നമ്മുടെ ക്യാപ്ഷൻ കൊള്ളത്തില്ല, നമ്മുടെ കണ്ടന്റ് കൊള്ളത്തില്ല. നമ്മുടെ കണ്ടന്റ്, ക്യാപ്ഷൻ, ഈ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ വ്യൂ ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിന്റെ കുഴപ്പം കൊണ്ട് വരുന്ന കാര്യമാണോ അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനലിൽ വ്യൂ വരാത്തത്. എന്ന് വെച്ചിട്ട് നമ്മൾ ചാനൽ നിർത്തി പോകണമെന്നല്ല പറയുന്നത്. നമ്മൾ വിചാരിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് യൂട്യൂബിൽ നല്ല രീതിയിൽ സക്സസ് ആവുന്നതും വീഡിയോ വൈറലായിട്ട് കയറി പോകുന്നത്. പക്ഷെ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആയ പോലെ നിൽക്കുന്നത്. ഫ്രീസ് ആയതല്ല, ഫ്രീസ് ആയ പോലെ യൂട്യൂബിന്റെ ഭാഗത്തുള്ള സജഷനോ കാര്യങ്ങളോ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആ വീഡിയോ ആരും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അഥവാ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോരുവാണെങ്കിൽ, ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ വീഡിയോ അവിടെ സ്റ്റക്ക് ആവും. യൂട്യൂബ് മുന്നോട്ട് ആ വീഡിയോ വിടൂല. അങ്ങനെ വിടാണ്ടിരിക്കുമ്പോഴാണ് ആ വീഡിയോന്റെ വ്യൂ തീരെ കുറയുന്നതും ആ വീഡിയോ എന്താ പറയുക ആൾക്കാരിലോട്ട് കൂടുതൽ യൂട്യൂബ് എത്തിക്കാത്തതും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന തമ്പനയില്, ക്യാപ്ഷൻ, നമ്മുടെ കണ്ടന്റ്, പിന്നെ നമ്മൾ ഇടുന്ന ഹാഷ്ടാഗ്, സെർച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗ്, കാര്യങ്ങൾ, ഇതൊന്നും ശരിയില്ല എന്നാണ് നമ്മൾ അതിന്റെ അർത്ഥം. അപ്പോൾ അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടോ യൂട്യൂബിനെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന ആൾക്കാരെ തെറി പറഞ്ഞിട്ടോ കാര്യമില്ല. ഒരുപാട് പേരുണ്ട്, അതായത് നമ്മൾക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരുമ്പം ചേട്ടൻ ചാനലൊക്കെ ചെക്ക് ചെയ്ത് പറഞ്ഞു തന്നല്ലേ, എന്നിട്ട് എന്റെ ചാനലിൽ വ്യൂ ഒന്നും വന്നിട്ടില്ലെന്ന് പറയും. വ്യൂ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ കണ്ടന്റ്, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടന്റ് മാറ്റി ട്രെൻഡിങ് ആയുള്ള കണ്ടന്റുകൾ, കാര്യങ്ങൾ അപ്ലോഡ് ആക്കിയാൽ മാത്രമേ ചാനലിൽ വ്യൂ വരുള്ളൂ. ഒരുപാട് പേരുണ്ട്, ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ചാനൽ ചെക്ക് ചെയ്യലും യൂട്യൂബിന്റെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പൈസ പെയ്ഡ് വർക്കായിരിക്കും ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വർക്കാണല്ലോ. അപ്പോൾ പെയ്ഡ് വർക്കായിട്ട് പേയ്മെന്റ് മേടിച്ച് ചാനലൊക്കെ ചെക്ക് ചെയ്ത് സെറ്റിംഗ്സ് എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് സെറ്റിംഗ്സിന്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നമാണോ നമ്മുടെ ചാനൽ ഫ്രീസ് ആകും. സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ശരിയാക്കി വെക്കും. ചിലപ്പോൾ ചില ആൾക്കാരെ ചെക്ക് ചെയ്ത് തരുമ്പോൾ ചാനൽ സെറ്റിംഗ്സ് ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. കുഴപ്പം വെച്ചാൽ സെറ്റിംഗ്സ് ബേസ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശരിയായിട്ടുള്ള ആൾക്കാരിലോട്ട് നമ്മുടെ വീഡിയോ എത്തൂല എന്നുള്ളതാണ്. അതായത് ഒരു എന്റർടൈൻമെന്റ് കാറ്റഗറി ആഗ്രഹിക്കുന്ന ആൾക്കാരോട്ട് എത്തുന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കാറ്റഗറി കൊടുത്ത് ചെയ്യുന്ന വീഡിയോ എത്തുള്ളൂ. അല്ലാതെ വയസ്സുള്ള ആൾക്കാർ എന്റർടൈൻമെന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ എന്റർടൈൻമെന്റ് കാറ്റഗറി കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്തൂല, അത് വ്യൂ ഇല്ലാണ്ടായി പോകും. അതേസമയം എന്റർടൈൻമെന്റ് കാറ്റഗറി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് നമ്മൾ എന്റർടൈൻമെന്റ് കാറ്റഗറി കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നല്ല വ്യൂസ് ആ വീഡിയോയ്ക്ക് വരും. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് സെറ്റിംഗ്സ് ചെയ്യേണ്ടത് ചെയ്തു വെക്കണം. അല്ലാതെ നമുക്ക് വരുന്ന വ്യൂ പ്രോബ്ലം എന്ന് പറയുന്നത് ചാനൽ ഫ്രീസിങ് മാത്രമല്ല. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം. ഇന്ന് പോയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, എന്റെ ചാനൽ ഫ്രീസ് ആണോ അതോ എന്റെ കുഴപ്പം കൊണ്ടാണോ നമ്മുടെ ചാനലിന് കുഴപ്പം വീഡിയോയ്ക്ക് വ്യൂ വരാത്തത്. അത് നമ്മൾ മനസ്സിലാക്കണം ശരിക്ക്. എന്നിട്ട് അല്ലാതെ നമ്മൾ മറ്റുള്ള ആരെയും കുറ്റം പറഞ്ഞിട്ടോ ആരെ കൊണ്ടും ചെക്ക് ചെയ്യിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളെ തന്നെ മനസ്സിലാക്കണം നമ്മുടെ വീഡിയോന്റെ പ്രശ്നങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ വരാത്തത്. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ മുന്നോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി. എന്നാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ.